नमस्ते। 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 नमस्कारं भैया। नमस्कारं सर। नमस्कारं। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. പഞ്ചമസ്കന്ധം 16-ാം അധ്യായം 15 അല്ലേ ഇനി എടുക്കണ്ടേ? 14 സർ. 14 എടുത്തില്ലേ? 15 കഴിഞ്ഞു സാർ. 15 കഴിഞ്ഞു. 16 എടുക്കണ്ടേ? 16-ാമത്തെ വട്ടം. നീ 14 തൊട്ടാ സാറേ എടുക്കേണ്ടത്? അതെ അതെ 15 വട്ടം. അല്ല 14 എടുത്തില്ലേ? സദാശത്വരഹ 4 ഇക്ഷുരസം ശുദ്ധജലം ഹൃദാശ്ചത്വാരഹ പയോ മധു ഇക്ഷുരസം അതെടുത്ത ദേവഗണാഹ യോഗൈശ്വര്യാണി സ്വാഭാവികാനി ഭരതർഷഭ ധാരയന്തി. 4 14 പാല്, തേന്, ഇക്ഷുരസം, ശുദ്ധജലം എന്നിങ്ങനെയുള്ള 4 ഹൃദങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞു നിർത്തിയത്. 4 പർവ്വതങ്ങളുണ്ട്. ആ ജലത്തെ ശേഖരിക്കുന്ന ദേവന്മാർ. അതിൻ്റെ അകത്ത് എന്താണ് ശുദ്ധജലം എന്നും പിന്നെ ദധി എന്നുള്ള പാഠഭേദമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പയോ മധു ഇക്ഷുരസ അതൊക്കെ പറഞ്ഞോ. അത് ഞാൻ പറഞ്ഞാണ്. 13 കഴിഞ്ഞു. 14 തൊട്ട് എടുക്കണം സാർ. ഇത് എന്റെ 14-ാമത്തെ ശ്ലോകമാണിത്. അതുവരെയാണ് ഞാൻ എടുത്തത്. ഇനി 15 എടുക്കേണ്ടത്. എന്റെ 15, നിങ്ങളെ 14 അറിയില്ല. ഈ ശ്ലോകം വരെ സ്വാഭാവികാനി ഭരതർഷഭ ധാരയന്തി വരെ എടുത്തു. ആ 4 എന്താണ് പുഴകളെ കുറിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് ദധി എന്നൊരു പാഠഭേദം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. ദധി ഉണ്ട്, അല്ല ശുദ്ധജലമാണ് എന്നിങ്ങനെ 4 ഞാൻ പറഞ്ഞു നിർത്തിയാളം വരെയാണ്. ദേവോദ്യാനാനി ച ഭവന്തി ചത്വാരി നന്ദനം ചൈത്രരഥം വൈഭ്രാജകം ഫർവുദോ ഭദ്രമിതിയും. അവിടെ ദേവന്മാരുടെ ഉദ്യാനം എന്നറിയപ്പെടുന്ന 4 പൂവനങ്ങൾ ഉണ്ട്. ദേവോദ്യാനാനി ച ഭവന്തി ചത്വാരി നന്ദനം ചൈത്രരഥം വൈഭ്രാജകം ഫർവുദോ ഭദ്രം എന്നാണ് 4ന്റെയും പേര്. 4 ഉദ്യാനങ്ങളുടെ പേര് പറഞ്ഞതാണ്. ദേവോദ്യാനാനി ച ഭവന്തി ചത്വാരി നന്ദനം ചൈത്രരഥം വൈഭ്രാജകം ഫർവുദോ ഭദ്രമിതിയും. ദേവോദ്യാനാനി ച ഭവന്തി ചത്വാരി നന്ദനം ചൈത്രരഥം വൈഭ്രാജകം ഫർവുദോ ഭദ്രമിതിയും. യേഷു അമലപരിവൃഢാഃ സഹ സുരലലന ലലാമയൂഥപതയഃ ഉപദേവഗണൈഃ ഉപഗീയമാനമഹിമാന കില വിഹരന്തീം. യേഷു യാതൊരു നദികളിൽ യേഷു അമരപരിവൃഢാഃ ദേവശ്രേഷ്ഠന്മാർ സഹ ഒന്നിച്ച് സുര ലലന ലലാമയൂഥപതയഃ ദേവസ്ത്രീകളുടെ സുരലലനകൾ ലലന സ്ത്രീ, സുരലലന ദേവസ്ത്രീകൾ അവരുടെ ലലാമയൂഥപതയ ആഭരണങ്ങളായി തീർന്നിരിക്കുന്ന യൂഥപതി സംഘങ്ങളോടുകൂടിയ യൂഥം സംഘം പതി നായകൻ ദേവസ്ത്രീകളുടെ ആഭരണങ്ങളായി തീർന്നിരിക്കുന്ന സംഘനായകന്മാരോടുകൂടി സഹ സുര ലലന
ലലാമ യൂഥപതേഹ ഉപദേവഗണൈഹി ഉപഗീയമാന മഹിമാൻ. ഉപദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്ന മാഹാത്മ്യത്തോടു കൂടിയവരുമായിട്ട് വിഹരന്തികില കളിക്കുന്നുവല്ലോ. ആ ഉദ്യാനങ്ങളിലും ആ നദികളിലുമൊക്കെ ശ്രേഷ്ഠന്മാരായ ദേവസ്ത്രീകൾ, ദേവന്മാർ തങ്ങളുടെ ദേവസ്ത്രീകളോടൊത്ത് എല്ലാവിധ ആഭരണ സമൂഹത്തോടെ ആ ഓരോ ഗണദേവതകളുടെയും സംഘങ്ങളോടൊപ്പം ഉപദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആ ഉദ്യാനങ്ങളിലും നദികളിലും ഒക്കെ വിഹരിക്കുന്നു പോലും, കളിക്കുന്നു പോലും. ഏഷ്വമരപരിവൃഢ ഫഹഫുര ലലനാലലാമയൂഥവതയാം ഉപദേവഗണൈ ഉപഗീയമാന മഹിമാന കില വിഹരന്തീം. ഏഷ്വമരപരിവൃഢാം ഫഹഫുര ലലനാലലാമയൂഥവതയാം ഉപഗീയമാന മഹിമാന കില വിഹരന്തീം. മന്ദരോത്സംഗം ഏകാദശശതയോജന ഉത്തുംഗ ദേവചൂതശിരഫോ ഗിരിശിഖരസ്ഥൂലാനി ഫലാന്യമൃതകൽപ്പാനി പതന്തി. മന്ദര ഉത്സംഗേ, മന്ദരപർവ്വതത്തിന്റെ ഉത്സംഗത്തിൽ മടിത്തട്ടിലായിട്ട് നടുക്കായിട്ട് ഏകാദശ ശതയോജന 1100 യോജന, ഏകാദശ ശതയോജന ഉത്തുംഗ ഉയരമുള്ള ദേവചൂതശിരഫോ, ദേവചൂതത്തിന്റെ മന്ദരപർവ്വതത്തിന്റെ ശിഖരത്തില് 1100 യോജന ഉയരമുള്ള ഒരു മാവുണ്ട്. ദേവന്മാരുടെ മാവ് എന്നാണ് അറിയപ്പെടുന്നത്, ദേവചൂതം. അതിന്റെ ശിരഫിൽ നിന്നും ഗിരിശിഖര സ്ഥൂലാൻ, ഗിരിശിഖരത്തിലുള്ള പർവ്വതശിഖരത്തോളം വലുപ്പമുള്ളവയും ഫലാനി അമൃതകൽപ്പാനി പതന്തി, അമൃതുപോലെയുള്ളതുമായ പഴങ്ങൾ വീഴുന്നു. മന്ദരപർവ്വതത്തിന്റെ മടിത്തട്ടിൽ മധ്യഭാഗത്ത് താഴെയായിട്ട് 1100 യോജനമുള്ള ഒരു മാവുണ്ട്. ആ മാവ് പർവ്വതത്തിന്റെ ശിഖരം പോലെ വലിപ്പമാണ്. അതിൽ നിന്നും സ്വാദുള്ള അമൃതമയം പോലെയുള്ള ധാരാളം പഴങ്ങൾ വീഴുന്നുണ്ട്. ഇതെല്ലാം കണ്ടനുഭവിച്ചറിയുന്നത് പോലെ തന്നെ വർണ്ണിക്കുമ്പോൾ ഋഷിമാരുടെ വാക്ക് അസത്യമല്ല, അത് ഭാവനയിൽ മാത്രം ഉണ്ടാക്കിയതല്ല എന്ന് നമുക്ക് പലപ്പോഴും സ്പഷ്ടമായി അനുഭവിക്കാൻ കഴിയുന്നതാണ്. മന്ദരോത്സുംഗ ഏകാദശ ശതയോജനോത്തുംഗ ദേവചൂതശിരഫോ ഗിരിശിഖരസ്ഥൂലാനി ഫലാന്യ അമൃതകൽപ്പാനി പതന്തി. മന്ദരോത്സംഗ ഏകാദശ ശതയോജനോത്തുംഗ ദേവചൂതശിരഫോ ഗിരിശിഖരസ്ഥൂലാനി ഫലാനി അമൃതകൽപ്പാനി പതന്തി. തേഷാം വിശീര്യമാണാനാം അതിമധുരഫുരഭിഫുഗന്ധി ബഹുലാരുണ രഫോദേന അരുണോദോ നാമ നദീ. മന്ദരഗിരിശിഖരാണി പതന്തി പൂർവേണ ഇളാവൃതം ഉപപ്ലാവയതി. തേഷാം അവയുടെ വിശീര്യമാണാനാം, അങ്ങനെ എന്താണ് തകർന്നു കിടക്കുന്ന, വിശീര്യമാണം ചെന്നിച്ചതറി കിടക്കുന്ന, വിശീര്യമാണാനാം തേഷാം ചെന്നിച്ചതറി കിടക്കുന്ന അവകളുടെ അതിമധുര ഫുരഭി സുഗന്ധി, അതിമധുരമായ മണവും സുഗന്ധവുമുള്ള, വാസനയുള്ള അതിമധുര ഫുരഭി സുഗന്ധി
ബഹുലാരുണ രഫോദേന, ബഹുലമായ അത്യധികമായ വലിപ്പമുള്ള അരുണം ചുവപ്പ് നിറമുള്ള രഫോദേന, രഫമാകുന്ന വെള്ളത്തോടു കൂടി, രഫോദം, ഉദം എന്ന് വെച്ചാൽ വെള്ളം, ഉദകം ഉദം, രഫോദേന വെള്ളത്തോടു കൂടി, ബഹുല അരുണരഫോദേന അരുണോദോ നാമ നദി, അവിടെ നിന്നും അരുണോദം എന്നുള്ള ഒരു നദി ഉത്ഭവിച്ചു വരുന്നുണ്ട്. മന്ദരഗിരി ശിഖരാണി പതന്തി, മന്ദരപർവ്വതത്തിന്റെ ശിഖരങ്ങളിൽ വീണിട്ട് പൂർവേണ കിഴക്കോട്ട് ഇളാവൃതം ഉപപ്ലാവയതി, ഇളാവൃതത്തിന്റെ കിഴക്ക് കൂടി ആ മന്ദരപർവ്വതത്തെ നനച്ചുകൊണ്ട്, ഉപപ്ലാവയതി അതിനെ മുക്കിക്കൊണ്ട് താഴേക്ക് ഒഴുകി വരുന്നു. ഒരു നദിയുടെ പേരാണ് ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നദിക്ക് അരുണോദം എന്ന് പേര് വരാൻ കാരണമാണ് പറഞ്ഞത്. ഇപ്പോൾ വർണ്ണിച്ച ആ മന്ദരപർവ്വതത്തിന്റെ നടുക്കുള്ള ആ 1100 യോജന ഉയരമുള്ള ആ മാവിൽ നിന്ന് ധാരാളം പഴങ്ങൾ വീണ് ചുറ്റും ചിന്നിച്ചിതറിക്കിടക്കുക. അതിൽ നിന്നും ആണ്, ആ പർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്നുമാണ് അരുണോദം എന്ന നദി ഉത്ഭവിക്കുന്നത്. ആ നദിയിലെ വെള്ളത്തിന് മധുരരസമുണ്ട്, നല്ല മണവുമുണ്ട്. എന്താണ് ഈ ചിന്നിച്ചിതറി കിടക്കുന്ന മാമ്പഴത്തിന്റെ ഇടയിൽ കൂടി ഊർന്ന് ഒഴുകി താഴേക്ക് വരുന്ന ആ നദിക്ക് ഈ ഗുണങ്ങളുണ്ട്. അത് താഴേക്ക് ഒഴുകി വന്നിട്ട് ഇളാവൃതത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി പോയി ആ പൂർവഭാഗത്തെ മുഴുവനും നനച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു നദിയാണ് അരുണോദം എന്നു പേരുള്ള ഒരു നദി. തേഷാം വിശീര്യമാണാനാം അതിമധുരസുരഭിസുഗന്ധി ബഹുളാരുണരഫോദേനാം അരുണോദോ നാമ നദി മന്ദരഗിരി ശിഖരാണി പതത്തി പൂർവേണ ഇളാവൃതമുപപ്ലാവയതി. തേഷാം വിശീര്യമാണാനാം അതിമധുരസുരഭിസുഗന്ധി ബഹുളാരുണരഫോദോ നാമ നദീന മന്ദരഗിരി ശിഖരാൻ നിപതന്തി പൂർവേണ ഇളാവൃതം ഉപപ്ലാവയതി. തേഷാം വിശീര്യമാണാനാം അതിമധുരസുരഭിസുഗന്ധി ബഹുളാരുണരഫോദേന അരുണോദോ നാമ നദീ മന്ദരഗിരി ശിഖരാണി പതന്തി പൂർവേണ ഇളാവൃതമുപപ്ലാവയതി. യത് ഉപജോഷണാത് ഭവാന്യാഹ അനുചരീണാം പുണ്യജനവധൂനാം അവയവസ്പർശ സുഗന്ധവാദോ ദശയോജനം സമന്താത് അനുവാഫയതി. ഇത് ഉപജോഷണാത്, ഉപജോഷണം അനുഭവിക്കലാണ്. യാതൊരു വെള്ളം അനുഭവിക്കുന്നത് കൊണ്ട്, വെള്ളം കുടിക്കുന്നത് കൊണ്ട്, ഇത് ഉപജോഷണാത്. ഭവാന്യാഹ അനുചരീണാം, പാർവതിയുടെ അനുചാരിണികളായ പുണ്യജന വധൂനാം, യക്ഷസ്ത്രീകളുടെ, പുണ്യജനങ്ങൾ കുബേരന്റെ രാജധാനിയോട് ചുറ്റും താമസിക്കുന്ന പ്രജകളാണ് പുണ്യജനങ്ങൾ. അവരുടെ വധൂനാം, വധുക്കൾക്ക്, യക്ഷസ്ത്രീകളുടെ അവയവ സ്പർശ സുഗന്ധവാദോ, അവരുടെ അവയവങ്ങളിൽ തട്ടുന്നത് കൊണ്ട്, സ്പർശിക്കുന്നത് കൊണ്ട് സുഗന്ധമായ വാദം, മണമുള്ള കാറ്റോടുകൂടി ദശയോജനം സമന്താത് അനുവാഫയതി, 10 യോജന ദൂരം സമന്താത് ചുറ്റും അനുവാഫയതി സുഗന്ധമുണ്ടാക്കുന്നു. ആ നദീജലം പാർവതിയുടെ അനുചരിമാരായ യക്ഷസ്ത്രീകൾ പാനം ചെയ്യും, ആ വെള്ളം കുടിക്കും. അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ ഈ വെള്ളത്തിന്റെ സുഗന്ധം ഉണ്ടാകും. കാറ്റടിക്കുമ്പോൾ ആ സുഗന്ധം ദേഹത്ത് തട്ടി ഒരു 10 യോജന ദൂരം ആ നദിയുടെ ചുറ്റും
നല്ല സുഗന്ധം ഉണ്ടായിരിക്കും. മാമ്പഴത്തിന്റെ മനോഹരമായ മണം ഉണ്ടായിരിക്കും. യദുപജോഷണാദ ഭവാന്യാഹ അനുചരീണാം പുണ്യജനവധൂനാം അവയവസ്പർശ സുഗന്ധവാദോ ദശയോജനം സമന്താത് അനുവാഫയതി. യദുപജോഷണാത് ഭവാന്യാഹ അനുചരീണാം പുണ്യജനവധൂനാം അവയവസ്പർശ സുഗന്ധവാദോ ദശയോജനം സമന്താത് അനുവാഫയതി. ഏവം ജംബൂഫലാനാം അത്യുച്ഛനിപാത വിശീർണാനാം അനസ്ഥിപ്രായാണാം അഭികായ നിഭാനാം രഫേന ജംബൂനാമനദീ മേരുമന്ദരശിഖരാത് അയുതാധിക യോജനാദവനുതലേ നിപതന്തി ദക്ഷിണേന ആത്മാനം യാവത് ഇളാവൃതം ഉപഫ്യന്തയതി. ഏവം ഇങ്ങനെ ജംബൂഫലാനാം ജംബൂഫലങ്ങളുടെ അത്യുച്ഛ നിപാത വിശീർണാന അത്യുച്ചത്തിൽ നിപതിക്കുന്നത് അവിടെ ചുവട്ടിൽ വീണ് കിടക്കുന്നത് കൊണ്ട്, തകർന്ന് കിടക്കുന്നത് കൊണ്ട്, ചിതറിക്കിടക്കുന്നത് കൊണ്ട്, അനസ്ഥിപ്രായാണാം അസ്ഥിപ്രായമല്ലാത്തതായ അനസ്ഥിപ്രായാണാം അഭികായ നിഭാനാം അഭികായ നിഭങ്ങളായ ഇഭകായ നിഭാനം. ഇബകായെന്നാണ് സാറേ. അനസ്ഥിപ്രായാണാം ഇഭകായ നിഭാനാം ആനയുടെ ശരീരത്തിന്റെ ശോഭയുള്ള, ഇഭം ആന, ഇഭകായം ആനയുടെ ശരീരം, അതിൻ്റെ നിഭ ശോഭ ഉള്ള രഫേന രഫത്തോടുകൂടി ജംബൂനാമ നദി, ജംബു എന്നൊരു നദി മേരുമന്ദര ശിഖരാത് മേരുമന്ദര പർവ്വതത്തിൽ നിന്നും അയുതാധിക യോജനാത് 10,000 യോജന വിസ്തീർണമായി അവനെതിലെ നിപതന്തി ഭൂമിയിലേക്ക് പതിക്കുന്നു. ദക്ഷിണേന ആത്മാനം യാവത് ഇളാവൃതം ഉപഫ്യന്തയതി. ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്തുകൂടി താഴേക്ക് ഒഴുകി ആ ഭാഗത്തെ മുഴുവനും നനച്ചുകൊണ്ടേയിരിക്കുന്നു. 4 പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവയുടെ 4 വൃക്ഷങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. അതിലൊന്നാണ് മുമ്പ് വർണ്ണിച്ച മാവ്, അടുത്തത് ജംബുവാണ്, പിന്നെ ആൽമരമുണ്ട്. നിങ്ങൾ 4 കുറിച്ച് നേരത്തെ വർണ്ണിച്ചിരുന്നു. ആ ഓരോ വൃക്ഷത്തിനുമുള്ള വലിപ്പവും അതിൽ നിന്നും വീഴുന്ന അതിൻ്റെ ഫലവും അതിൽ കൂടി ഒഴുകി വരുന്ന നദികളെ കുറിച്ചും പറഞ്ഞതാണ്. ഒന്ന് അരുണോദയം നദി, മറ്റേത് ജംബൂ നദി. ജംബൂ നദിന് പേര് കിട്ടാൻ കാരണം പറഞ്ഞതാണ്. ആ ജംബു എന്നുള്ള വൃക്ഷത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന അതിൻ്റെ ഫലങ്ങൾ അത് പൊട്ടിത്തകർന്നാണ് താഴെ വീണ് കിടക്കുന്നത്. അതിൻ്റെ അകത്തുള്ള വളരെ കൃശമായ ബീജത്തോടു കൂടിയതാണ്. അനസ്ഥിപ്രായാണാം അസ്ഥിപ്രായം അല്ലാത്തതായ, വളരെ വേഗം ആ പഴം ആ പർവ്വതത്തിൽ വീണ് അത് പൊട്ടിത്തകർന്നിട്ട് അനസ്ഥിപ്രായാണാം കുരുവില്ലാത്തത് കൊണ്ട് അസ്ഥി ഇല്ലാത്തതായ, കടുപ്പമില്ലാത്തതായ, മാങ്ങയ്ക്കാണെങ്കിൽ മാങ്ങേണ്ടി ഉള്ളത് കൊണ്ട് അസ്ഥിയുണ്ട്, കടുപ്പുണ്ട്. ഇതിനതില്ല ജംബൂഫലത്തിന്. അതുകൊണ്ട് അങ്ങനെ വീണ് തകർന്നതും ആനയുടെ ശരീരത്തോളം വലുപ്പമുള്ളതുമായ ആ ജംബൂഫലങ്ങൾ, ഞാവൽപ്പഴങ്ങൾ, അത് ഞാവൽപ്പഴത്തിന്റെ രഫത്തോടുകൂടി ആ ഒരു നദി താഴേക്കൊഴുകി വരുന്നു. അതിന് 10,000-ലധികം യോജന വലിപ്പമുണ്ട്. മന്ദരപർവ്വതത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന അത് ഇളാവൃതത്തിന്റെ
തെക്കു ഭാഗത്തുകൂടി ആ പർവ്വതത്തെ നനച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഒഴുകി വരുന്നുവെന്ന് രണ്ടാമത്തെ നദിയെക്കുറിച്ച് വർണ്ണിച്ചതാണ്. ഏവം ജംബൂഫലാനാമത്യുച്ഛനിപാതവിശീർണാനാം അനസ്ഥിപ്രായാണാം രസേന ജംബോ നാമ നദി മേരുമന്ദര ശിഖരാദ യുതയോജന നാദവനിതലേ അൺമ്യൂട്ട് സാവിത്രിയ ആ മ്യൂട്ട് ചെയ്തോ? ഇപ്പൊ മ്യൂട്ടായി. ഏവം ജംബൂഫലാനാമത്യുച്ഛനിപാതവിശീർണാനാം അനസ്ഥിപ്രായാണാം ഇഭകായ നിഭാനാം രഫേന ജംബൂനാമനദി മേരുമന്ദരശിഖരാത് അയുധാധികയോജനാത് അവനിതലേ നിപതന്തി ദക്ഷിണേന ആത്മാനം യാവതിളാവൃതം ഉപഫ്യന്തയതി. ഏവം ജംബൂഫലാനാമത്യുച്ഛനിപാതവിശീർണാനാം അനസ്ഥിപ്രായാണാം ഇഭകായ നിഭാനം രഫേന ജംബൂനാമനദി മേരുമന്ദരശിഖരാത് അയുധാധികയോജനാത് അവനിതലേ നിപതന്തി ദക്ഷിണേന ആത്മാനം യാവത് ഇളാവൃതമുപഫ്യന്തയതി. താവതുഭയോരവി ഓരോഥഫോർ യാ മൃത്തികാം തദ്രഫേന അനുവിധ്യമാനാം വാര്യർക്ക വിഭാഗേന ഫദാം അമരലോകാഭരണം ജംബൂനദം നാമ സുവർണം ഭവതി. ജംബൂബലം എന്ന് പറഞ്ഞ ഞാവൽപ്പഴമാണോ സാർ? അതെ, ഞാവൽപ്പഴം. താവത് ഉഭയോഹു അപി, ആ രണ്ട് നദികളുടെയും രോധഫോഹു തീരത്ത്, രോധഫ് തീരം, ഉഭയോപരപി രോധഫോഹു, ഇപ്പൊ വർണ്ണിച്ച രണ്ട് നദികൾ, ഒന്ന് രഫോദം പിന്നൊന്ന് ജംബു. ഈ രണ്ട് നദികളുടെയും താവത് ഉഭയോരപി രോധഫോഹു യാ മൃത്തിക, രണ്ടിന്റെയും തീരത്ത് യാതൊരു മണ്ണാണോ ഉള്ളത്, മൃത്തിക മണ്ണ്, യാതൊരു മണ്ണാണോ ഉള്ളത്, തദ്രഫേന അനുവിധ്യമാന, ആ രഫത്തോട് കൂടിച്ചേർന്ന്, ആ രഫത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, അനുവിധ്യമാന വാരി അർക്കസംയോഗ വിഭാഗേന, വെള്ളവും സൂര്യനും തമ്മിലുള്ള വെയിലിന്റെയും ചേർച്ച കൊണ്ട്, വാരി അർക്ക സംയോഗ വിഭാഗേന, വെള്ളവും വാര്യർക്ക ആണോ, വാരിയാണോ? അത് വായു എന്നാ കാണുന്നേ. വാര്യർക്ക സംയോഗ വിഭാഗേന, വെള്ളവും സൂര്യനുമായി, അതായത് വെള്ളവും വെയിലും തമ്മിലുള്ള സംയോഗം കൊണ്ട്, അതിന്റെ ചേർച്ച കൊണ്ട് ഒരു പാകമുണ്ട്, ഒരു പരിപാകം, അതിന് വിഭാഗം എന്നാണ് പറയുക. ആ ഇത് ആയുർവേദത്തിലെ രഫം എങ്ങനെ വിഭാഗമായി മാറുന്നുവെന്ന് ദ്രവ്യങ്ങളുടെ വിഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിസ്തരിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഈ വിഭാഗം. ആ വിഭാഗം കൊണ്ട് സദാ എല്ലായ്പ്പോഴും അമരലോക ആഭരണം, ദേവലോകങ്ങൾക്ക് ആഭരണമായി തീരുന്ന ജംബൂനദം നാമ, ജംബൂനദം എന്ന പേരുള്ള സുവർണം ഭവതി, സ്വർണം ഉണ്ടാകുന്നു. എങ്ങനെ സ്വർണം ഉണ്ടാകുന്നു എന്ന് വർണ്ണിച്ചതാ. വെള്ളവും വെയിലും തമ്മിൽ നദീതീരത്തെ മണ്ണുമായി കൂടിച്ചേരുമ്പോൾ ആ മണ്ണിൽ സുവർണം വിളയുന്നു. ഈ വാര്യർക്ക സംയോഗമാണ് സുവർണത്തിന് കാരണം എന്ന് എത്ര കാലം മുമ്പ് നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയിട്ട്, അതുകൊണ്ടാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വാര്യർക്കങ്ങളുടെ സംയോഗം കൊണ്ട് മണ്ണിൽ സ്വർണത്തിന്റെ അംശം ഉണ്ടാവാം. അത് ജംബൂ നദിയുടെ തീരത്ത് ഉണ്ടാകുന്നുണ്ട്. ജാംബൂനദം എന്ന് സ്വർണത്തിന് പേര് വന്ന, സ്വർണത്തിന് ജാംബൂനദം എന്ന് പേരുണ്ട്. അത് ദേവന്മാർക്ക് ആഭരണം ഉപയോഗിക്കാൻ അവിടെ നിന്നാണ് സ്വർണം എടുക്കാറുള്ളത്, എടുത്ത് അവർ ആഭരണമാക്കി മാറ്റാറുണ്ട് എന്ന് ഈ ജംബൂ നദിയിലെ ജലമാഹാത്മ്യം കൊണ്ട് ആണ് ഈ പേര് അതിനുണ്ടായത് എന്ന് സൂചിപ്പിക്കാം.
താവതുഭയോരവിരോധസോര്യാമർത്തികാം തദ്രഫേനാം അനുവിധ്യമാനാം വാചിർക്കസംയോഗവിഭാഗേന സദാ അമരലോകാഭരണം ജംബൂനദം നാമ സുവർണം ഭവതി. താവതുഭയോരവിരോധസോര്യാമർത്തികാം തദ്രഫേന അനുവിധ്യമാനാം വാചിർക്കസംയോഗവിഭാഗേന സദാ അമരലോകാഭരണം ജംബൂനദം നാമ സുവർണം ഭവതി. യദുഹവാവാം വിബുധാദയ സഹ യുവതിഭിഃ മുകുടകടക കടിഫൂത്രാദ്യാഭരണരൂപേണ ഖലു ധാരയന്തീം. ഇതുകൊണ്ട് തന്നെയാണ് യദുഹ വാവ യാതൊന്നുകൊണ്ട് തന്നെയാണോ വിബുധാദേഹ ദേവന്മാർ സഹ യുവതിഭിഃ യുവതികളോടൊപ്പം മകുടവും ഒരേ അർത്ഥമാണ്, രണ്ട് പ്രയോഗം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മുകുടം കിരീടം, കടകം വളകൾ, കടിഫുത്രം അരഞ്ഞാണം ആദികളായ ആഭരണ രൂപേണ ധാരയന്തി ഖലു ധരിക്കുന്നു പോലും. ഈ സ്വർണം കൊണ്ടാണ് അവര് കിരീടം ഉണ്ടാക്കുന്നതും വളയുണ്ടാക്കുന്നതും അരഞ്ഞാണം ഉണ്ടാക്കുന്നതും ഒക്കെ. യദുഹ വാവ വിബുധാദയ സഹ യുവതിഭിഃ മുകുടകടക കടിഫൂത്രാദ്യാഭരണ രൂപേണ ഖലു ധാരയന്തി. യദുഹ വാവ വിബുധാദയ സഹ യുവതിഭിർ മുകുടകടക കടിഫൂത്രാദ്യാഭരണ രൂപേണ ഖലു ധാരയന്തി. യസ്തു മഹാകദംബ സുപാർശ്വനിരൂഢോ യാസ്തസ്യാം ഓടരേഭ്യോ വിനിസൃതാഃ പഞ്ച അയാമവൃണാഃ പഞ്ചമധുധാരാഃ സുപാർശ്വശിഖരാത് പതന്തി. അതോ അപരേണ ആത്മാനമിളാവൃതം അനുമോദയന്തി. യസ്തു മഹാകദംബ. ഇനി അടുത്തത് കദംബ മരത്തെ കുറിച്ചാണ്. യാതൊരു മഹാകദംബം എന്ന മരമുണ്ടോ അത് സുപാർശ്വ നിരൂഢ, ആ സുമേരു പർവ്വതത്തിന്റെ പാർശ്വത്തിൽ നിന്നും ഉയർന്നു വരുന്ന കിളിച്ചു വരുന്ന സുപാർശ്വ നിരൂഢവും യാഹ്തസ്യ കോടരേഭ്യ അതിന്റെ കോടരങ്ങളിൽ നിന്നും അതിന്റെ പൊത്തുകളിൽ നിന്നും, കോടരത്തെ പൊത്തുകൾ, ആ പൊത്തുകളിൽ നിന്നും വിനിസൃതാഹ ഒഴുകി വരുന്ന പഞ്ച ആയാമ പരിണാഹാഹ 5 ആയാമം എന്ന് വെച്ചാൽ നീളത്തിന്റെ കണക്കാണ്. നമ്മൾ മലയാളത്തിൽ മാറെന്നൊക്കെ, ഒരു മാറ നീളം എന്നൊക്കെ പറയുന്ന ഒരു നീളത്തിന്റെ കണക്കാണ്. പഞ്ച ആയാമ പരിണാഹാഹ പഞ്ച മധുധാരാഹ 5 തേൻധാരകൾ, മധുധാരകൾ സുപാർശ്വ ശിഖരാ സുപാർശ്വപർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്നും പതന്തി താഴേക്ക് പതിക്കുന്നു. അപരേണ ആത്മാനം ഇളാവൃതം അനുമോദയന്തി. അത് ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി അപരേണ കൂടി ആ പർവ്വതത്തെ നനച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിയെത്തുന്നു. ഇനി അടുത്ത സുപാർശ്വ പർവ്വതത്തിന്റെ ശിഖരത്തിൽ ഒരു മഹത്തായ കദംബ വൃക്ഷമുണ്ട്. അതിന്റെ പൊത്തുകളിൽ നിന്നും പുറപ്പെടുന്ന 5 അരുവികൾ പോലെയുള്ള നദികളാണ്. അവയ്ക്കെല്ലാം മധുരസമാണ്, തേനിന്റെ രസമാണ്. അതിന് ഏതാണ്ട് 5 മാർ വീതിയിലാണ് അത് അവിടുന്ന് ഒഴുകി താഴേക്ക് വരുന്നത്. അത് സുപാർശ്വപർവ്വതത്തിന്റെ താഴേക്കൊഴുകി ഇളാവൃതം എന്ന വർഷത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി താഴേക്കൊഴുകി ജനങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അനുമോദയന്തി. യസ്തു മഹാകദംബ സുപാർശ്വ നിരൂഢോ യാസ്തസ്യ ഓടരേഭ്യോ വിനിസൃതാഃ പഞ്ചായമപരിണാഹാഃ പഞ്ചമധുധാരാഃ സുപാർശ്വശിഖരാത് പതന്തി. യോ അപരേണ ഇളാവൃതം അപരേണ ആത്മാനമിളാവൃതമനുമോദയന്തി. യസ്തു മഹാകദംബ സുപാർശ്വനിരൂഢോ യാസ്തസ്യ കോടരേഭ്യോ വിനിസൃതാഃ പഞ്ചായാമപരിണാഹാഃ പഞ്ചമധുധാരാഃ സുപാർശ്വശിഖരാത് പതന്ത്യോ അപരേണ
ആത്മാനം ഇളാവൃതമനുമോദയന്തി യസ്തു മഹാകദംബുപാർശ്വനിരൂഢൂയാസ്തസ്യ കോടരേഭ്യ വിനിഹൃതാഃ പഞ്ചായാമപരണാഃ പഞ്ച മധുധാരാഃ കുപാർശ്വശിഖരാത് പതന്ത്യോപരേ അപരേണാത്മാനമിളാവൃതം അനുമോദയന്തി. അപരേണ എന്ന് പറഞ്ഞാൽ എന്താ സാറ്? അപരേണ ഇവിടെ വന്നത് അപരേണ പടിഞ്ഞാറ് ഭാഗം. അപരേണ പടിഞ്ഞാറിനുണ്ടോ? അതെ, പിന്നെ പരം പൂർവം അപരം പടിഞ്ഞാറ്. ഓക്കെ, താങ്ക് യു. അപ്പൊ കിഴക്കും തെക്കും കഴിഞ്ഞു, ഇപ്പൊ പടിഞ്ഞാറെത്തി. ആദ്യം എന്താ കിഴക്കോട്ട് പോരുന്ന പറഞ്ഞു, തെക്കോട്ട് പോരുന്ന പറഞ്ഞു, അങ്ങനെ ഇപ്പൊ പടിഞ്ഞാറ് ഭാഗത്തെത്തി. യാഹ്യുപയുഞ്ജാനാനം മുഖനിർവാഫിതോ വായു സമന്താത് ശതയോജനം അനുവാഫയതീം. യാവകളെയാണോ ഉപയുഞ്ജാനാനം ഉപയോഗിക്കുന്നവർക്ക്, ഇവകൾ ഈ 5 ധാരകളിലെ തേൻ പോലെയുള്ള ജലം ഉപയോഗിക്കുന്നവർക്ക് മുഖ നിർവാഫിതോ മുഖത്തിൽ നിന്നുമുള്ള വാസന കൊണ്ട് വായു സമന്താത് പുറത്തേക്ക് വരുന്ന മുഖത്തിൽ നിന്ന് വരുന്ന വായു അല്ലെങ്കിൽ ഉച്ഛ്വാസവായു സമന്താത് ചുറ്റും ശതയോജനം അനുവാഫയതി 100 യോജന അനുവാഫയതി വാസനയുള്ളതാക്കി തീർക്കുന്നു. യാഹ്യുപയുഞ്ജാനാനം മുഖനിർവാഫിതോ വായു സമന്താത് ശതയോജനം അനുവാഫയതി. യാഹ്യുപയുഞ്ജാനാനം മുഖനിർവാഫിതോ വായു സമന്താത് ശതയോജനമനുവാഫയതി. ഏവം കുമുദനിരൂഢോ യഃ ശതവൽശോ നാമ വടസ്തസ്യ സ്കന്ധേഭ്യോ നിചീനാഃ പയോദധി മധുഘൃതഗുഡാൻ അദ്യംബരശയ്യാഫനാഭരണാദയഃ സർവേവ കാമദുഃഖാഃ നദാഃ കുമുദാഗ്രാത് പതന്തസ്തം ഉത്തരേണ ഇളാവൃതം ഉപയോജയന്തി. ഏവം ഇങ്ങനെ കുമുദ നിരൂഢോ കുമുദപർവ്വതത്തിൽ നിന്നും മുളച്ചു വരുന്ന കുമുദ നിരൂഢോ യഹ യാതൊരു ശതവൽശോ യാതൊരു ശതവൽശം എന്നു പേരുള്ള വടഹ ആൽമരം. ഇനി അടുത്തത് ആൽമരമാണ്. 4 മരങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞാണ്. ശതവൽശോ നാമ വടഹ തസ്യ സ്കന്ധേഭ്യ അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്നും അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നും നിചീനാഹ കിഴക്കോട്ടൊഴുന്ന താഴേക്ക് ഒഴുകി വരുന്ന പയോ ദധി മധു ഘൃത ഗുഡ അന്നാദ്യംബരശയ്യാഫനാഭരണാദയ. അത് പയഫ് പാല്, ദധി തൈര്, മധു തേൻ, ഘൃതം നെയ്യ്, ഗുഡാന്നം ശർക്കര ചേർത്ത എന്ന് പറയുന്ന പായസം, ശർക്കര ചോറ് എന്ന് പറയാം. അമ്പരം വസ്ത്രം, ശയ്യ ശയനം, ആഫനം ഇരിപ്പിടം, ആഭരണാദികളായ സാധനങ്ങളോടുകൂടി സർവേ ഏവ എല്ലാം തന്നെ കാമദുഃഖാഹ നദാഹ അഭീഷ്ടങ്ങൾ കറന്നു തരുന്ന നദങ്ങൾ കുമുദാഗ്രാത് കുമുദപർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്നും പതന്തഃ വീണിട്ട് ഇളാവൃതം ഉത്തരേണ ഉപയോജയന്തി ഇളാവൃതത്തിന്റെ വടക്കു ഭാഗത്തുകൂടി താഴേക്ക് ഒഴുകി വരുന്നു. അപ്പൊ 4 പർവ്വതങ്ങളും 4 നദികളെ കുറിച്ചുമാണ് പറഞ്ഞത്. കുമുദപർവ്വതത്തിൽ ഒരു ആൽമരമാണ് അതിന് ശതവൽശം എന്നൊരു പേരിന് ആൽമരത്തിനുണ്ട് എന്ന് കൊടുത്തു എന്നല്ലോ. അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വീഴുന്ന ഇത്രയും രസങ്ങൾ, തൈര്, തേന്, നെയ്യ്, ശർക്കര, അന്നം മുതലായവയും അതുപോലെ വസ്ത്ര, ശയ്യ, ആഭരണാദികളാകും ഇവകളെല്ലാം ആ ആൽമരത്തിൽ പൊഴിഞ്ഞ് താഴേക്ക് വീണ് അവയെല്ലാം നദങ്ങളായിട്ട് തീരുക. നദി, നദം എന്ന് 2 വാക്കുകൾ ഉപയോഗിക്കും. ചെറിയ നദികളാണ് നദി എന്ന് പറയുന്നത്.
നമുക്ക് സങ്കല്പിക്കാനാവാത്ത വലിയ വലിപ്പമുള്ളതെന്നുള്ളത് നദങ്ങളാണ്. അങ്ങനെയുള്ള നദങ്ങൾ എല്ലാം ആര് എന്താഗ്രഹിക്കുന്നുവോ അതുണ്ടാക്കി കൊടുക്കുന്ന നദങ്ങളാണ്. അത് കുമുദപർവ്വതത്തിൽ നിന്നും താഴേക്കൊഴി ഇളാവതത്തിന്റെ വടക്കു ഭാഗത്തെ നനച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഓരോ നദിക്കും ഓരോ തരം വൈശിഷ്ട്യങ്ങളും വ്യത്യസ്തതകളും രസങ്ങളും പാകങ്ങളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 4 പർവ്വതങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന 4 വിധത്തിലുള്ള നദികളെ കുറിച്ച് വർണ്ണിച്ചു വന്നത്. ഏവം കുമുദ നിരൂഢവും ശതവത്ശൂനാമവടസ്തഫ്യാം സ്കന്ധേഭ്യോ നിചീനാഹ പയോ ദധി മധുഘൃത ഗുഡാന്നാദ്യംബരാ ശയ്യാസനാഭരണാദയ സർവേവ കാമദുഃഖ നദാഹ കുമുദാഗ്രാത് പതന്തസ്തം ഉത്തരേണ ഇളാവൃതം ഉപയോജയന്തി. ഏവം കുമുദ നിരൂഢോ യശതവൽശോ നാമ വടസ്തഫ്യ സ്കന്ധേഭ്യോ നിചീനാഹം പയോദധി മധുഘൃത ഗുഡ അന്നാദ്യംബരശയ്യാസനാഭരണാദയ സർവേവ കാമദുഃഖ നദാഹ കുമുദാഗ്രാത് പതന്തസ്തം ഉത്തരേണ ഇളാവൃതമുപയോജയന്തി. ഏവം കുമുദ നിരൂഢോ യശതവൽശോ നാമ വടസ്തഫ്യ സ്കന്ധേഭ്യോ നിചീനാഹം പയോദധി മധുരാദ്യംബര ശയ്യാസനാഭരണാദയ സർവേവ കാമദുഃഖ കുമുദാഗ്രാത് പതന്തസ്തം ഉത്തരേണ ഇളാവൃതമുപയോജയന്തി. അല്ല, മ്യൂട്ട് ചെയ്തല്ലോ, ശബ്ദം ഇങ്ങനെ കേൾക്കുന്നല്ലോ. മ്യൂട്ട് ചെയ്യണമല്ലോ. യാനുപജിഷാനാം ന കദാചിദപി പ്രജാനാം വലീപതിതക്ലമസ്വേദ ദൗർഗന്ധ്യജരാമയമൃത്യു ശീതോഷ്ണ വൈവർണ്യോപസർഗാദയസ്താവവിശേഷാഃ ഭവന്തി യാവജ്ജീവം സുഖം നിരതിശയമേവാം. യാൻ ഉപജിഷാനാം, ആ നദിയിലെ വെള്ളം കുടിക്കുന്നവർക്ക് കഥാചിതപി, ഒരിക്കലും പ്രജാനാം, പ്രജകൾക്ക് വലിയ പലിത ക്രമം, വലി എന്ന് പറയുന്നത് ജര എന്ന് പറയുന്നത്, അതായത് വലി എന്ന് വെച്ചാൽ ജര, അതായത് തോല് ചുക്കിച്ചുടുങ്ങുന്നതിന്റെ പേരാണ് വലി. ഈ പലിതം വെച്ചാൽ വെളുത്തിരിക്കുക എന്ന് വെച്ചാൽ നര എന്നർത്ഥം. അപ്പൊ വലിയ പലിതങ്ങൾ ജരാനരകൾ കൊണ്ടുള്ള കൊണ്ടും ക്രമസ്വേദം പ്രയത്നം ചെയ്യുന്നത് കൊണ്ടുള്ള സ്വേദം, വിയർപ്പ്, അതുകൊണ്ട് വരുന്ന ദൗർഗന്ധ്യം, ജരാ ആമയ മൃത്യു, ജരാ കൊണ്ടുണ്ടാകുന്ന ആമയം, രോഗം, അതുകൊണ്ട് വരുന്ന മൃത്യു, ശീതം, ഉഷ്ണം, വൈവർണ്യം, ഉപസർഗാദയ താപവിശേഷ, ശീതോഷ്ണങ്ങൾ, വൈവർണ്യം, വർണ്ണഭേദങ്ങൾ ഉണ്ടാകുക, അതേപോലെ ഉപസർഗാദികൾ ഉണ്ടാകുക. ഉപസർഗങ്ങൾ ചൂട്, തണുപ്പ്, മഞ്ഞ് മുതലായവ അനുഭവിക്കാൻ പറ്റുന്ന ശരീരപീഡകൾ. ഇവകൾ താപവിശേഷാഹ കദാചിദപി ന ഭവന്തി, ഒരിക്കലും ഉണ്ടാവില്ല. ഇതിലെ വെള്ളം സേവിക്കുന്നവർക്ക് ജരാനരകളില്ല, വിയർപ്പുണ്ടാവില്ല, ദൗർഗന്ധമുണ്ടാവില്ല, ജര കൊണ്ട് വരാൻ പറ്റുന്ന രോഗമില്ല, മൃത്യു ബാധിക്കില്ല, ശീതോഷ്ണങ്ങളില്ല, വൈവർണ്യമുണ്ടാവില്ല, ഉപസർഗങ്ങൾ വരില്ല, ഈ താപവിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവരെ ദേവന്മാർ നമ്മൾ വിളിക്കാൻ കാരണം. അതുകൊണ്ടാണ് യാവജ്ജീവം സുഖം, ജീവിക്കുന്നിടത്തോളം കാലവും സുഖം, നിരതിശയമേവ. എന്താണ്? യാതൊരു അത്ഭുതവുമില്ലാത്ത, ഒരേ വിധത്തിലിരിക്കുന്ന
ശരീരസൗഖ്യം എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജീവിതകാലം മുഴുവൻ ഒരേപോലെയുള്ള സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നദിയിലെ വെള്ളം കുടിക്കുന്നവർക്ക് ഇതാണ് സ്വഭാവം എന്ന് അന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് അതിലെ വെള്ളം കുടിച്ച് ആ ഭാഗത്തുകൂടി ജീവിക്കുന്ന പ്രജകൾക്ക് കൊടുക്കുന്ന പേരാണ് ദേവന്മാർന്നും അവർക്ക് ജരാനരകൾ ഉണ്ടാവില്ലെന്നും ഒക്കെ വിയർപ്പുണ്ടാവില്ലെന്നും ഒക്കെ നമ്മൾ പല പുരാണങ്ങളിലും വായിച്ചു പഠിച്ചു വെച്ചിട്ടുണ്ട്. യാനുപജുഷാണാനാം നഗദാജിതപിപ്രജാനാം വലിയ ഫലിത ക്ലമഫേദ ദൗർഗന്ധ്യജരാമയ മൃത്യു ശീതോഷ്ണവൈവർണ്യോപസർഗാദയസ്താപവിശേഷാഃ ഭവന്തി യാവജ്ജീവം സുഖം നിരതിശയമേവാം. യാനുപജുഷാണാനാം നഗദാജിതപിപ്രജാനാം വലിയ ഫലിത ക്ലമഫേദ ദൗർഗന്ധ്യജരാമയ മൃത്യു ശീതോഷ്ണവൈവർണ്യോപസർഗാദയസ്താപവിശേഷാഃ ഭവന്തി യാവജ്ജീവം സുഖം നിരതിശയമേവാം. യാനുപജുഷാണാനാം നഗദാജിതപിപ്രജാനാം വലിയ ഫലിത ക്ലമഫേദ ദൗർഗന്ധ്യജരാമയ മൃത്യു ശീതോഷ്ണവൈവർണ്യോപസർഗാദയസ്താപവിശേഷാഃ ഭവന്തി യാവജ്ജീവം സുഖം നിരതിശയമേവാം. കുരംഗ കുരര കുസുംഭ വൈഗംഗ ത്രികൂടശിര ത്രികൂടശിശിര പതംഗ രുചക നിഷധ ശിനീവാഫകാം കപിലശംഖ വൈദൂര്യ വൈദൂര്യ ജാരുധി ഹംസർഷഭ നാഗകാലഞ്ചര നാരദാദയോ വിംശതികരയോ മേരോഹ കർണികായാഃ ഇവ കേഫരഭൂതാഃ മൂലദേശേ പരിതഃ ഉപകൃപ്പതാഹം. അതിന്റെ ചുറ്റും 20 പർവ്വതങ്ങൾ മഹാമേരുവിന്റെ കർണികയിലെ മഹാമേരുവിന്റെ ദളങ്ങളുടെ കേഫരങ്ങൾ എന്ന പോലെ അതിന്റെ താഴെ നിന്നും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്താണ് ഈ 20 പർവ്വതങ്ങളുടെ പേര് മുകളിലൊന്ന് പറഞ്ഞതാണ്. കുരംഗം, കുരരം, കുസുംഭം, വൈഗംഗം, ത്രികൂടം, ശിശിരം, പതംഗം, രുചകം, നിഷധം, ശ്രീനിവാസം, കപിലം, ശംഖം, വൈദൂര്യം, ജാരുധി, ഹംസ, ഋഷഭനാഗ, കാലഞ്ചര, നാരദ ആദി. നാരദം ഒരു പർവ്വതത്തിന്റെ പേരാണ്. ഇങ്ങനെയുള്ള 20 പർവ്വതങ്ങളുടെ പേര് മഹാമേരുവിന്റെ ചുറ്റും. ഈ പർവ്വതങ്ങളുടെ പേരെടുത്ത് പറയുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പർവ്വതങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുമോ എന്നറിയില്ല. അന്നും ഇന്നും പർവ്വതങ്ങൾ ഒരു കാലവും നശിക്കാൻ ഇടയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നതായിരിക്കണം, ഒരുപക്ഷെ നമ്മൾ കണ്ടെത്താത്തതായിരിക്കാം. എന്തായാലും അതിന്റെ ചുറ്റും ഇങ്ങനെ 20 പർവ്വതങ്ങളുണ്ട് എന്ന് വർണ്ണിച്ചതാണ്. കുരംഗ കുരര കുസുംഭ വൈഗംഗ കുരംഗ കുരര കുസുംഭ വൈഗംഗ ത്രികൂട ശിശിര പതംഗ രുചക നിഷധ ശിനീവാഫ കപില ശംഖ വൈദൂര്യ ജാരുധി ഹംസ ഋഷഭ നാഗ കാലഞ്ചര നാരദ ആദി എന്നിങ്ങനെ പേരുള്ള വിംശതിഗിരിയോ മേരോ കർണികായാഃ ഇവ കേഫരഭൂതാഃ മൂലദേശേ പരിതഃ ഉപകൃപ്താഃ. കുരംഗ കുരര കുസുംഭ വൈഗംഗ ത്രികൂട ശിശിര പതംഗ രുചക നിഷധ ശിനീവാഫ കപിലശംഖ വൈദൂര്യ ജാരുധി ഹംസ ഋഷഭ നാഗ കാലഞ്ചര നാരദാദയോ വിംശതി ഗിരയോ മേരോ കർണികായാഃ ഇവ കേഫരഭൂതാഃ മൂലദേശേ പരിത ഉപകൃപ്താഃ. കുരംഗ കുരര കുസുംഭ വൈഗംഗ ത്രികൂട ശിശിര പതംഗ രുചക നിഷധ ശിനീവാഫ കപില ശംഖ വൈദൂര്യ ജാരുധി ഹംസ ഋഷഭ നാഗ കാലഞ്ചര നാരദാദയോ വിംശതിഗിരയോ മേരോ കർണികായാഃ ഇവ കേഫരഭൂതാഃ മൂലദേശേ പരിതഃ ഉപകൃപ്താഃ.
ജഠരദേവകൂടൗ പേകൂടൗ മേരും പൂർവേണ അഷ്ടാദശയോജനഫഹഫ്രം ഉദഗായതൗ ദ്വിഫഹഫ്രം പൃഥുതുംഗൗ ഭവതഃ ഏവം അപരേണ പവനവാരിജാതോ ദക്ഷിണേന കൈലാസകരവീരോ പ്രാഗായതാവേവം ഉത്തരതഃ ത്രിശൃംഗ മകരാവിഷ്ടരേതേ പരിസ്തൃതോ അഗ്നിരിവ പരിതശ്ചകാസ്തി കാഞ്ചനഗിരിയും. മേരുവിന്റെ കിഴക്കുഭാഗത്തായിട്ട് 2 പർവ്വതമുണ്ട്. ജാര ദേവകൂടവും, ജാരമെന്നും ദേവകൂടമെന്നും 2 പർവ്വതം. ജാര ദേവകൂടവും മേരും പൂർവേണ, മേരുവിന്റെ കിഴക്ക് ഭാഗത്തൂടെ. അഷ്ടാദശയോജന ഫഹഫ്രം ഉദഗായതൗ, അഷ്ടാദശയോജന ഫഹഫ്രം 18,000 യോജന ദൂരമുണ്ട്. അഷ്ടാദശ യോജന ഫഹഫ്രം ഉദഗ് ആയതൗ, വടക്ക് നീണ്ടു കിടക്കുന്നതാണ്. ഉദക്ക് വടക്ക്, ആയതം നീളമുള്ള. ഉദഗായതൗ 2 പർവ്വതങ്ങളിലും ഒരുപോലെ ആയതുകൊണ്ട് ദിവചനം പ്രയോഗിച്ചാണ്. അപ്പം ജാരദേവകൂടവും മേരും പൂർവേണ അഷ്ടാദശയോജന ഫഹഫ്രം ഉദഗ് ആയതൗ ഉദഗായതൗ ദ്വിഫഹഫ്രം പൃഥുതുംഗൗ ഭവതഃ 2000 യോജന വലിപ്പമുള്ള, പൃഥുതുംഗ വലിപ്പമുള്ള, ഉയരം ഉള്ളതുമാണ് ഈ പർവ്വതങ്ങൾ രണ്ടും. ദ്വിഫഹഫ്രം പൃഥുതുംഗൗ ഭവതഃ, ഭവിക്കുന്നു. ഭവതിയുടെ ദിവചനം പറഞ്ഞാണ് ഭവതഃ, 2 പർവ്വതമായതുകൊണ്ട്. അപ്പം മേരുവിന്റെ കിഴക്കു ഭാഗത്തുകൂടി അഷ്ടാദശയോജന വിസ്തൃതമുള്ള വടക്കോട്ട് നീണ്ടു കിടക്കുന്ന 2 പർവ്വതങ്ങൾ, ജഠരം ദേവകൂടം എന്നുള്ള 2 പർവ്വതങ്ങൾ, 2000 യോജന വലിപ്പവും ഉയരവും ഉള്ളതാണ് ഈ പർവ്വതം. ജഠര ദേവകൂടവും മേരും പൂർവേണ അഷ്ടാദശയോജന ഫഹഫ്രം ഉദഗായതൗ ദ്വിഫഹഫ്രം പൃഥുതുംഗൗ ഭവതഃ ഏവം, ഇങ്ങനെ അപരേണ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പവനപാരിജാതൗ 2 പർവ്വതങ്ങൾ, പവനൻ പാരിജാതം. ദക്ഷിണേന കൈലാസകരവീരവും, ദക്ഷിണ ഭാഗത്തുകൂടി കൈലാസം കരവീരം എന്ന 2 പർവ്വതങ്ങൾ. പ്രാഗ് ആയതാവേവം ഏവ ഉത്തരതഃ, അത് കിഴക്കോട്ട് നീണ്ടു കിടക്കുന്നതും. പ്രാഗായതൗ ഏവം ഉത്തരതഃ, ഇങ്ങനെ ഉത്തരഭാഗത്തായിട്ട് ത്രിശൃംഗ മകരവും, ത്രിശൃംഗം മകരങ്ങളെന്ന്, അവഷ്ട എന്ന്, ത്രിശൃംഗ അഷ്ടഭിഹി ഏതൈഹി, ഈ 8 എണ്ണങ്ങളാൽ പരിതസ്തൃതോ അഗ്നിരിവ, ചുറ്റും നിന്ന് അഗ്നിയെപ്പോലെ, പരിതഹശ്ചകാസ്തി കാഞ്ചനഗിരി, മേരുപർവ്വതത്തിന്റെ ചുറ്റുമായിട്ട് ചകാസ്തി ശോഭിക്കുന്നു. 4 ഭാഗത്തുമായിട്ട് 4 2 8 പർവ്വതങ്ങൾ. ഒന്ന് ജഠരം ദേവകൂടം എന്ന 2 പർവ്വതം. അതിന്റെ ഉയരവും നീളവും വലിപ്പവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ആണ് മേരുവിന്റെ തെക്കുഭാഗത്ത് കൈലാസം കരവീരം 2 പർവ്വതം. കിഴക്ക് 18,000 യോജന നീളവും 2000 യോജന വലിപ്പവും ഉള്ളതാണിത്. ഇതേപോലെ വടക്കു ഭാഗത്ത് ത്രിശൃംഗം മകരം എന്ന 2 പർവ്വതങ്ങൾ. അതിന്റെ നീളവും വലിപ്പവും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇങ്ങനെ 8 പർവ്വതങ്ങളെ ചുറ്റപ്പെട്ട സ്വർണമയമായ മഹാമേരുവ് അഗ്നിയെപ്പോലെ, 4 അഗ്നികളെ പോലെ ചുറ്റും വ്യാപരിച്ചുകൊണ്ട് ശോഭിക്കുന്നു എന്ന്. ഇങ്ങനെ വിസ്തരിച്ച് ഈ സുമേരു പർവ്വതത്തിന് ചുറ്റുമുള്ള പർവ്വതങ്ങൾ, നദികൾ, വൃക്ഷങ്ങൾ, അവയിൽ ഉണ്ടാകുന്ന സ്വർണങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ ആരുപയോഗിക്കുന്നു, അതിന്റെ രസം, ഇതൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കണമെങ്കിൽ അനുഭവിക്കാതെ പറ്റുമോ, അനുഭവിച്ചിട്ടാണോ, തപസ്സിന്റെ മഹത്വമാണോ, ഒന്നും നമുക്ക് നിശ്ചയമില്ല. എന്തായാലും ഇങ്ങനെയാണ് ഭൂഗോള വർണ്ണനത്തിന്റെ സമഗ്രമായ ഭാഗത്തെക്കുറിച്ച് ഋഷികവികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ജഠരദേവകൂടവും മേരും പൂർവേണ അഷ്ടാദശയോജന ഫഹഫ്രം ഉദഗായതോ ദ്വിഫഹഫ്രം പൃഥുതുംഗോ ഭവതഃ
ഏവം അപരേണ പവനപാരിജാതൗ ദക്ഷിണേന കൈലാസകരവീരോ രാഗ് ആയതാവേവമുത്തരതഃ ത്രിശൃംഗ മകരാവ് അഷ്ടഭിദേതൈ പരിസ്തുതോ അഗ്നിരിവ പരിതശ്ചകാസ്തി കാഞ്ചനഗിരിം ജഠരദേവകൂടൗ മേരും പൂർവേണ അഷ്ടാദശയോജനസഹസ്രമുദകായതൗ ദ്വിസഹസ്രം പ്രതിതുംഗൗ ഭവതഃ ഏവമപരേണ പവനപാരിജാതൗ ദക്ഷിണേന കൈലാസകരവീരോ പ്രാഗ് ആയതാവേവമുത്തരതഃ ത്രിശൃംഗമകരാവ് അഷ്ടഭിദേതൈ പരിസ്തുതോ അഗ്നിരിവ പരിതശ്ചകാസ്തി കാഞ്ചനഗിരിം. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഉപസംഹരിക്കാം. ഇതിങ്ങനെ വർണ്ണിച്ചു വെക്കൊണ്ടേയിരിക്കും. ഓരോരോ വഴികൾ തുറന്ന് കാണിച്ച് അതിനെക്കുറിച്ച് നമ്മുടെ ഋഷിമാർക്ക് എന്തുമാത്രം പറയാനുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇനിയും 2-3 ശ്ലോകങ്ങളുണ്ട്. അത് നമുക്ക് 4:45 കഴിയും. അതുകൊണ്ട് അവിടെ ഉപസംഹരിക്കാം. അടുത്ത ഈ 2 ശ്ലോകം കഴിഞ്ഞിട്ട് 5-ാമത്തിലേക്ക് അടുത്ത 17-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇതിലാർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. അപരേണ അത് പവന പാരിയാത്രവും എന്നാണോ പാരിജാതവും എന്നാണോ? പാരിജാതവും ജാതവും അല്ലെ? ഇതിൽ യാത്രവും കിടക്കുന്നുണ്ട്. അത് സംശയം. പവനൻ പാരിജാതം എന്ന 2 പർവ്വതങ്ങളാണ്. പവന പാരി യാത്രവും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ 2 പാഠങ്ങളും നിലവിലുണ്ട്. പാരിയാത്ര പർവ്വതം എന്ന് തന്നെ പേരുണ്ട്, പാരിജാത പർവ്വതം എന്നും പേരുണ്ട്. 2 പാഠം അംഗീകരിച്ചതാണ്. പർവ്വതത്തിന്റെ പേരായുണ്ട്. ചില പുരാണത്തിൽ പാരിയാത്രം എന്ന് പറഞ്ഞിട്ട് തെറ്റാന്ന് പറയാൻ പറ്റില്ല. പേരാണെന്നല്ല, അതുകൊണ്ടാണ്. ഓക്കെ സാർ, താങ്ക് യു. സംശയങ്ങളുണ്ടെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.